ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലൊക്കെയാണ് ഏവർക്കും സ്വാഗതം. അപ്പം പുതുപുത്തൻ പ്രൊമോ വീഡിയോ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ദേവമംഗലത്തെ രണ്ടായി പിളർക്കുന്ന ചില സംഭവങ്ങളാണ് അരങ്ങേറാനായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ ദേവിക്ക് കാശ് എവിടെ പോയി എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. കണക്കിലൊക്കെ 2000 രൂപയുടെ വ്യത്യാസം കാണുന്നുണ്ട്. ദേവി ഒരുപാട് കണക്ക് കൂട്ടും, പക്ഷേ വീണ്ടും 2000 രൂപയുടെ കുറവ് തന്നെ കാണുന്നത്. ഇതെന്താ സംഭവിച്ചത് എന്ന് ദേവിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വെറുതെ പോലും തൻ്റെ അച്ഛൻ ഉദയഭാനു അടിച്ചു മാറ്റിയതാകുമെന്ന് ദേവി ചിന്തിക്കുന്നു പോലുമില്ല കേട്ടോ. അച്ഛൻ അത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചെങ്കിൽ പോലും ദേവി ഇപ്പോഴും അച്ഛൻ തനിക്കെതിരായിട്ട് ഒന്നും പ്രവർത്തിക്കില്ല എന്നൊരു ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ സുകന്യ പിറ്റേ ദിവസം തന്നെ 25,000 രൂപയുടെ വാച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ധർമ്മനെ ചട്ടം കെട്ടിയിരിക്കുകയാണ്. ഇത്രയും വലിയ തുക താൻ എവിടെ നിന്നുണ്ടാക്കുമെന്നൊരു ചിന്തയിലാണ് നമ്മുടെ പാവം ധർമ്മനും. കൊടുത്തില്ലെങ്കിൽ തന്നെ അവളിട്ട് നട്ടം തിരിക്കും എന്ന് ധർമ്മനും അറിയാം. പിറ്റേ ദിവസം പതിവ് പോലെ ദേവിയും ധർമ്മനും ബാലനും ഒക്കെ കടയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ബാലൻ കടയിൽ ചെന്ന് കഴിയുമ്പം ഡീലറെ കാണാനോ മറ്റോ ആയിട്ട് പുറത്തേക്ക് പോവാം. അപ്പം ധർമ്മനും ദേവിയും മാത്രമേ കടയിലുള്ളൂ. രണ്ടുപേരും കൂടിയാണ് കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്നത്. സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയും പൈസ കൊണ്ട് ട്രോയിലിടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ധർമ്മൻ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഒരു കസ്റ്റമർ തന്ന പൈസ കൊണ്ട് ഡ്രോയിലേക്ക് ഇടാനായിട്ട് തുടങ്ങുമ്പോഴാണ് അതിൽ ഒരുപാട് പണം കിടക്കുന്ന കാണുന്നത്. പെട്ടെന്ന് സുകന്യ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരിക. ഇന്നെനിക്ക് ധർമ്മേട്ടൻ 25,000 രൂപയുടെ വാച്ച് വാങ്ങി തന്നിരിക്കണം, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഗോമതി സ്റ്റോറിലേക്ക് വന്ന് കയറും എന്ന് പറയുന്നത്. പെട്ടെന്ന് ധർമ്മനാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ബാലൻ അവിടേക്ക് കയറി വരുന്നത്. അതുമാത്രമല്ല, പതിവില്ലാത്ത വിധം ധർമ്മൻ കാശിങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ ദേവിയും ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് അപ്പം ബാലൻ ചോദിക്കും. ഏയ് ഒന്നുമില്ല അളിയ എന്ന് ഞാൻ കാശ് കിട്ടിയത് ഇടാനായിട്ട് വന്നതാ എന്നും പറഞ്ഞ് ഡ്രോയിവ് അടിച്ച് ധർമ്മൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ധർമ്മൻ മനസ്സിൽ വെറുതെ പോലും അതിൽ നിന്ന് പൈസ എടുക്കണമെന്ന് ചിന്തിച്ചു പോലും ഇല്ല. കാശ് കണ്ടപ്പം സുകന്യയുടെ കാര്യം ഓർമ്മ വന്നു, അത്ര മാത്രമുള്ളേ. പക്ഷെ ദേവിയുടെയും ബാലന്റെയും മനസ്സിൽ ചെറിയൊരു കരട് വീണിരിക്കുകയാണ്. അപ്പം സമയം ദേവിയെ കാണാനാണെന്ന വ്യാജേന പതിവ് പോലെ എങ്ങനെയെങ്കിലും ഗോമതി സ്റ്റോറിൽ നിന്ന് കാശടിച്ചു മാറ്റാൻ നമ്മുടെ ഉദയഭാനുവും എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദയഭാനുവിനെ കാണുമ്പം ഭയങ്കര ബഹുമാനത്തോടെ ബാല സംസാരിക്കും. അയ്യോ, ഉദയഭാനു സാർ എന്താ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കും. അതെന്ത് വർത്തമാനോ ബാല, എൻ്റെ മകള് ഇവിടെ ജോലി ചെയ്യുമ്പം ഞാൻ പിന്നെ ഇവിടെയല്ലേ വന്നാലല്ലേ അവളെ കാണാൻ സാധിക്കുള്ളൂ. ദേവമംഗലത്തിൽ ചെന്നിട്ട് ദേവി മോളെ കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും ദേവി മോള് വന്നതിൻ്റെ ഒരു ഐശ്വര്യം കടയിൽ ആകെ കാണാനുണ്ട് എന്നൊക്കെ പറയേ. അത് കേൾക്കുന്ന ബാലൻ പറയും, അത് സത്യവാ, സാറിൻ്റെ മോള് ഈ കടയിൽ വന്നതിൽ പിന്നെ വെച്ചടി കയറ്റുവാ. എന്നും പതിവിനേക്കാൾ കൂടുതൽ കച്ചവടവും നടക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനല്ലേ വരുള്ളൂ. അവൾ ആരുടെ മോളാ? ഈ ഉദയഭാനുവിൻ്റെ അല്ലേ? ഇത്രയും വലിയ ബിസിനസ്സുകാരനായ എൻ്റെ മകൾക്ക് എൻ്റെ കുറച്ചെങ്കിലും ബുദ്ധി കിട്ടാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ബാലനും അത് ശരി വെക്കുന്ന പോലെ തന്നെ സംസാരിക്കുകയാണ്. ദേവിമോൾക്ക് നല്ല കഴിവുണ്ട്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ നല്ല രീതിയിലാണ് ദേവിമോൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം വീണ്ടും വന്നവർ വരാനും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. പല പുതിയ കച്ചവട രീതികളും ദേവിമോൾ തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി ബാല. ദേവി ഈ കടൽ വരുന്നത് കൊണ്ട് ബാലന് ഗുണവേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം. സാറെന്തായാലും വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോകാം. അപ്പം ഉദയഭാനു പറയും, ഏയ് അതൊന്നും വേണ്ട ബാല, ചായ ഒന്നും കുടിക്കാൻ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഇപ്പം തന്നെ ഇറങ്ങുക എന്ന് പറയാം. അപ്പം ഉദയഭാനു മനസ്സ് ചിന്തിക്കുക, എൻ്റെ ഈശ്വര, ഇയാളെ എങ്ങനെ ഇവിടെ നിന്ന് ഒഴിവാക്കും? ബാലൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യവും നടക്കില്ല എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചായ ആകാം എന്ന് പെട്ടെന്ന് ഉദയഭാനു പറയാം. അപ്പം ബാലൻ പറയും, അയ്യോ സാറ് ചായക്കടയിലേക്കൊന്നും വരണ്ട, ഞാൻ പോയി മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം ദേവി ഉദയഭാനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താച്ചാ അച്ഛൻ ഇപ്പം എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. അതെന്ത് വർത്തമാനോ മോളെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആനന്ദിനെ വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ നീ ജോലി ചെയ്യരുതെന്ന്. അവന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നീ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നീ വീണ്ടും ഇവിടെ ജോലിക്ക് തുടരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. ഓ, ആനന്ദേട്ടൻ അച്ഛനെ വിളിച്ച് വീണ്ടും ശല്യം ചെയ്യുന്നുണ്ടാകും അല്ലേ? എന്നെ എത്രയും വേഗം ഇവിടുത്തെ ജോലി മതിയാക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. പക്ഷെ ഇല്ലച്ചാ, ഇപ്പം എൻ്റെ ആവശ്യം ഈ കടയിലുണ്ട്. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ബാലച്ചൻ എന്നോട് വരണ്ടെന്ന് പറയുന്നത് വരെ ഞാൻ ഈ കടയിൽ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് അച്ഛൻ ഇനിയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറയണേ. എന്നിട്ട് ദേവിയാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണ്. അപ്പം ഇതേ സമയം ധർമ്മനാണെങ്കിൽ ഗോഡൗണിൽ ആണ് കേട്ടോ.
അപ്പം എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഉദയഭാനു വീണ്ടും ഡ്രോ തുറന്ന് അതിൽ നിന്ന് കുറച്ചധികം കാശ് ഇത്തവണ എടുക്കുന്നുണ്ട്. ഒരു തവണ ഒരു തെറ്റ് ചെയ്താൽ പിന്നീട് നമുക്കത് ചെയ്യാൻ കൂടുതൽ ഊർജ്ജം കിട്ടും എന്നുള്ള രീതിയിലാണ് ഉദയഭാനുവിൻ്റെ പ്രവൃത്തി. ആദ്യം 2000 രൂപ എടുത്തെടുത്ത് ഇത്തവണ അതിൻ്റെ ഇരട്ടി കാശ് തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പം ബാലൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. ബാലൻ വെറുതെ പോലും ഉദയഭാനുവിനെ സംശയിക്കുകയും ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പം അന്ന് വൈകുന്നേരവും നമ്മുടെ ദേവിയാണ് ആണെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പം കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുക. അപ്പോൾ അതിൽ 4000 രൂപയുടെ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ ദേവിക്കാകെ തല പുകയുമാണ്. ഇന്നലെ ആണെങ്കിൽ 2000 രൂപയുടെ കുറവ്, ഇന്ന് 4000 രൂപയുടെ കുറവ്. ഇതെന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി മാമനെങ്ങാനുമാണോ ആ പൈസ എടുത്തത് എന്നൊരു ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പം ദേവി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാണുമ്പം ബാലൻ അങ്ങോട്ട് വരിക. എന്താ മോളെ, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? അതച്ചാ കണക്ക് നോക്കുമായിരുന്നു, പക്ഷേ 4000 രൂപയുടെ കുറവുണ്ടച്ച എന്ന് പറയാം. 4000 രൂപയുടെ കുറവോ? അതെങ്ങനെ സംഭവിക്കും? നീ കണക്ക് കൂട്ടിയതിൽ എന്തെങ്കിലും പിശക് വന്നതായിരിക്കും, മോൾ ഒന്നുകൂടെ നോക്ക് എന്ന് പറയാം. ഇല്ലച്ച, 2 ദിവസമായിട്ട് കണക്കിൽ വ്യത്യാസം കാണുന്നുണ്ട്. ഇന്നലെ 2000 രൂപ കുറവുണ്ടായിരുന്നു, ഇന്നിപ്പം 4000 രൂപയായി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ബാലന് പെട്ടെന്ന് ധർമ്മൻ പൈസ നോക്കി നിന്ന കാര്യമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഇത്രയും വർഷം തൻ്റെ കൂടെ നിന്ന് താൻ വളർത്തിയ വ്യക്തിയാണ് ധർമ്മൻ എന്നത് പോലും മറന്ന് ധർമ്മനെ ബാലൻ സംശയിക്കുവാണ് കേട്ടോ. ധർമ്മനെ സംശയിക്കാൻ വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സുകന്യ ആവശ്യപ്പെട്ടതുപോലെ 25,000 രൂപയുടെ വില കൂടിയ വാച്ച് ധർമ്മൻ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അവനാണ് പലരുടെ നിന്നും കടമൊക്കെ മേടിച്ചാണ് കേട്ടോ ആ പൈസ ഉണ്ടാക്കി വാച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ വിവരം വീട്ടിലെല്ലാവരും അറിയുന്നുമുണ്ട്. അപ്പം സുകന്യയ്ക്ക് ധർമ്മം വാച്ച് വാങ്ങിച്ചു കൊടുത്ത കാര്യം ബാലൻ വരുമ്പം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഗോമതി അറിയിക്കുന്നുണ്ട്. ബാലേട്ട, ഇവൻ ഭാര്യയ്ക്ക് സമ്മാനമൊക്കെ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ സുകന്യ ആഗ്രഹിച്ച പോലെ നല്ല ഭംഗിയുള്ള വാച്ച് മേടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പം ഇനി ധർമ്മനാണോ പൈസ എടുത്തത് എന്നൊരു തോന്നൽ ബാലൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം അത്രയും തുക ഒരുമിച്ച് ധർമ്മൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നുള്ള കാര്യം ബാലനും അറിയാം. പെട്ടെന്ന് നമ്മുടെ ബാലൻ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താളിയാ എന്ന് ചോദിക്കുക. നിനക്ക് ഇന്ന് പൈസ കുറച്ച് ആവശ്യമുള്ള ദിവസമായിരുന്നല്ലേ? ആ അതെ, സുകന്യയ്ക്ക് ഒരു വാച്ച് മേടിച്ചു കൊടുത്തു എന്ന് ധർമ്മം പറയാണ്. അല്ല, നിന്റെ കയ്യിൽ ഈ കാശ് എവിടുന്നാ വന്നത്? അതെന്താളിയാ അങ്ങനെ ചോദിക്കുന്നേ എന്ന് പെട്ടെന്ന് ധർമ്മനും വല്ലാതായി പോവാണേ. തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള അളിയൻ്റെ സംസാരം കേൾക്കുമ്പോൾ ധർമ്മൻ ഒരുപാട് സങ്കടം തോന്നുവാണ്. സത്യം പറയണം, ഈ കാശ് നീയല്ലേ എടുത്തത് എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗോമതി പറയും, ബാലേട്ടൻ എന്താ ഈ പറയുന്നത്? അവൻ പൈസ എടുക്കുവോ? ബാലേട്ടനോട് ചോദിക്കാതെ ഇന്നേ വരെ 1 രൂപ അവൻ എടുത്തിട്ടുണ്ടോ? ഗോമതി, ഇപ്പം സാഹചര്യങ്ങളൊക്കെ മാറി. ധർമ്മന് ഇപ്പം ഒരു കുടുംബമുണ്ട്. ആവശ്യം വന്നപ്പം അവൻ എടുത്തതാണെങ്കിൽ അത് സമ്മതിച്ച് തന്നാൽ എന്താ എന്ന് ചോദിക്കുക. ഇവിടെ അവനെ ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. ചോദിച്ചിട്ടൊന്ന് എടുക്കാമായിരുന്നു, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് ധർമ്മൻ ഒരു അടി കൊണ്ടതുപോലെ ആകുകയാണേ. ധർമ്മൻ ഞെട്ടിത്തരിച്ച് നിൽക്കുക. അളിയൻ എന്താ ഈ പറയുന്നത്? ഇന്നേ വരെ അളിയനോട് ചോദിക്കാതെ 1 രൂപ ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെയല്ല ധർമ്മ, നീ എടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്. നീ എടുത്താലും ഒരു കുഴപ്പമില്ല, അത് നമ്മുടെ കടയാണ്. അവിടെ ആർക്ക് ആവശ്യം വന്നാലും പൈസ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് എന്നോടോ ദേവിമോളല്ലേ ഇപ്പം കണക്കുകൾ നോക്കുന്നേ, ദേവിമോളെയോ ഒന്ന് അറിയിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് ബാലനും പറയാണ് കേട്ടോ. അപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സുകന്യ ധർമ്മൻ്റെ അടുത്തേക്ക് വരിക. ധർമ്മേട്ടൻ ഇപ്പം സമാധാനമായല്ലോ. ബാലേട്ടൻ പറഞ്ഞു വരുന്നത് എന്താ? ധർമ്മേട്ടൻ ബാലേട്ടന്റെ കടയിലെ കാശുകളൊക്കെ മോഷ്ടിക്കുന്നതെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്. സ്വന്തം ബന്ധവും നോക്കാതെ ചേച്ചിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാലേ ഇത് തന്നെ അവസ്ഥ. ഇവരൊക്കെ ഈ ധർമ്മേട്ടനെ കാണുന്നതേ അന്യനായിട്ടാ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പം സ്വന്തം മക്കളെ ഒരു രീതിയിൽ സംശയിക്കാതെ ബാലേട്ടൻ നേരെ ധർമ്മേട്ടനെ സംശയിച്ചത് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ധർമ്മനോടും സുകന്യോടുമായിട്ട് ബാലൻ പറയും, സുകന്യെ, നീ എഴുതപ്പുറം വായിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കിവനെ സംശയവും ഇല്ല എന്ന് പറയാണ്. അല്ലെങ്കിൽ പിന്നെ നിനക്കിന്ന് വാച്ച് മേടിച്ചു തരാൻ ഇത്രയും തുക ഇവൻ്റെ കയ്യിൽ എവിടുന്ന് വന്നു എന്ന് ചോദിക്കാം. ഇവൻ്റെ കയ്യിൽ പെട്ടെന്ന് എടുക്കാൻ കാശൊന്നും ഇല്ലെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം എന്ന് പറയാൻ കേട്ടോ. അപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാൻ തുടങ്ങുമ്പോൾ ദേവിക്ക് ആകെ കുറ്റബോധം തോന്നുക. താൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? താൻ അച്ഛനോട് ഇക്കാര്യം പറയരുതായിരുന്നു എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇവനാണെങ്കിൽ ഡ്രോയിലേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. പതിവില്ലാത്ത വിധം കാശ് നോക്കി ഇവൻ എന്തിനാ നിന്നത് എന്ന് ചോദിക്കാം. അപ്പം ദേവിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ദേവിമോളെ എന്നും പറഞ്ഞ് ഗോമതി അടുത്തേക്ക് ചെല്ലുക. അപ്പം ദേവി തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നീയും പറയുന്നത് ധർമ്മനാണ് പൈസ എടുത്തെന്നാണോ എന്ന് ദേവിയോട് ഗോമതി ചോദിക്കുക. ദേവിയാണെങ്കിൽ ഒന്നും പറയാനില്ലാത്ത പോലെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ഒന്നും പറയണ്ട, ഇവൻ തന്നെയാവും ആ പൈസ എടുത്തിട്ടുണ്ടാവുക. ഇപ്പോഴും ഇവനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എടുത്തെങ്കിലും എടുത്തെന്ന് സമ്മതിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പം ധർമ്മനാണെങ്കിൽ കണ്ണൊക്കെ കലങ്ങി കണ്ണ് നിറഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ബാലൻ്റെയും ഗോമതിയുടെ മുന്നിലേക്ക്
വന്ന് നിൽക്കും. എന്നിട്ട് പറയും, അളിയനെ ഞാൻ ഓരോ നിമിഷവും അളിയാന്ന് വിളിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ആ ഓരോ വിളിയിലും അച്ഛനാ ഞാൻ കരുതിയിരുന്നത്. നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. ഇത്രയും വർഷങ്ങളായിട്ട് അളിയൻ എന്നെ അറിയില്ലേ? ഒരു രൂപയെങ്കിലും ഞാൻ അളിയനോട് ചോദിക്കാതെ എടുത്തിട്ടുണ്ടോ? അളിയൻ എനിക്ക് ശമ്പളമായി തരുന്ന പൈസ അല്ലാതെ എന്തേലും ആവശ്യത്തിന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ബാലനും വല്ലാതായി പോവാണ്. എടാ ധർമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വേണ്ട, അളിയൻ ഇപ്പം പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. കടയിലെ കാശ് കാണാതെ പോകാൻ ആ പൈസ എടുത്തത് ഞാനാണെന്നല്ലേ അളിയൻ പറയുന്നേ? ആയിക്കോട്ടെ, അളിയൻ അങ്ങനെ കരുതുന്നെങ്കിൽ ഞാനത് തിരുത്താനൊന്നും നിൽക്കുന്നില്ല. എൻ്റെ നിരപരാധിത്വം നിങ്ങളെ എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല എന്ന് ധർമ്മം പറയാൻ കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും ഗോമതിയാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. എന്തൊക്കെ ഇവിടെ ഈ നടക്കുന്നത് എന്ന് ചോദിക്കാം. ഈ ചെറിയൊരു തുക കാണാതെ പോയതിനാണോ നിങ്ങൾ ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മീനും പറയും, മാമൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് മിത്രയും മീനും കൂടി പറയാണ് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. താൻ ഒറ്റ ഒരാൾ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവുകയാണേ. ഇതേ സമയം ഇത്ര മാത്രം പറഞ്ഞിട്ട് ധർമ്മനാണ് റൂമിലേക്ക് കയറി പോവുക. അപ്പോൾ പിന്നാലെ തന്നെ സുഖിനെയും ചെല്ലുക. ധർമ്മൻ അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ്റെ കരയുന്നതൊക്കെ കാണുമ്പം സുഖിനയ്ക്കും പാവം തോന്നുക. അടുത്തേക്ക് ചെന്ന് ആശ്വസിപ്പിക്കും. ധർമ്മേട്ട, നമ്മൾ എത്രയൊക്കെ ചെയ്താലും ഈ വീട്ടിൽ നമ്മൾ അന്യര് തന്നെയാണ്. ബാലേട്ടനും ഗോമതി ചേച്ചിയും ധർമ്മേട്ടനെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. അവരുടെ മക്കളെ ഒരു വെറുതെ എങ്കിലും സംശയിച്ചോ? ഇല്ലല്ലോ. പക്ഷേ ധർമ്മേട്ടൻ ആ പൈസ എടുത്തതെന്ന് ഇപ്പം തന്നെ ബാലേട്ടൻ ഉറപ്പിച്ചിരിക്കുക. കണ്ടില്ലേ, ദേവി പോലും ഒരു വാക്ക് ധർമ്മേട്ടന് അനുകൂലമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ധർമ്മന് ഒരുപാട് സങ്കടം തോന്നുക. ഇത് നമ്മുടെ വീടല്ല ധർമ്മേട്ട, നമ്മുടെ വീട് കൃഷ്ണമംഗലമാണ്. അവിടുത്തെ അല്ലേ ധർമ്മേട്ടൻ? അവിടെ മാത്രമേ ധർമ്മേട്ടൻ്റെ വാക്കിന് വില കിട്ടുള്ളൂ, ഒരു സ്ഥാനം കിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനിയും നാണം കെട്ട് ഇവിടെ നിൽക്കണോ എന്ന് ചോദിക്കുക. അപ്പോൾ സുകന്യയുടെ വാക്കുകളൊക്കെ ധർമ്മൻ്റെ നെഞ്ചത്ത് തന്നെ കൊള്ളുവാണ് കേട്ടോ. തനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് ധർമ്മനും ബോധ്യപ്പെടുക. അളിയൻ്റെ മനസ്സിൽ തനിക്ക് അല്പമെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അളിയൻ തന്നോട് ഇങ്ങനെ ചോദിക്കുക പോലും ചെയ്യില്ല എന്നൊരു ചിന്ത ധർമ്മൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. താനിവിടെ ആരുമല്ലായിരുന്നു, അവർക്ക് താൻ മറ്റൊരാൾ തന്നെയായിരുന്നു. അവരുടെ കുടുംബത്തിൽ പുറത്തുനിന്ന് ജീവിക്കുന്ന ഒരു അന്യൻ മാത്രം എന്നൊരു ചിന്തയൊക്കെ ധർമ്മൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക. ധർമ്മേട്ട, ഇനി നമ്മൾ നാണം കെട്ട് ഇവിടെ നിൽക്കണോ? ഞാൻ എന്തായാലും ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. എൻ്റെ ഭർത്താവിന് ഒരു വിലയും തരാത്ത ഈ വീട്ടിൽ എനിക്കെന്ത് ബഹുമാനമാണ് കിട്ടുന്നത് എന്ന് സുകന്യ ചോദിക്കുകയാണ്. എനിക്കറിയാം ധർമ്മേട്ടൻ ആ കാശില്ലെങ്കിലും എവിടുന്നോ കടം മേടിച്ചതാ ഇന്നെനിക്ക് വാച്ച് മേടിക്കാൻ പൈസ ഉണ്ടാക്കിയതെന്നൊക്കെ. പക്ഷേ അവരാരും അത് വിശ്വസിക്കുന്നു പോലും ഇല്ലല്ലോ എന്നും പറഞ്ഞ് സുകന്യ അപ്പം തന്നെ ദേഷ്യത്തോടെ അവളുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് പായ്ക്ക് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ടും ധർമ്മൻ ഒരു ശില പോലെ നിൽക്കാം. ഞാൻ പോവാ ധർമ്മേട്ട, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ധർമ്മേട്ടനെ തനിച്ചാക്കി പോകുകയല്ല, ധർമ്മേട്ടനും എൻ്റെ കൂടെ വരണം എന്ന് പറയാം. നമുക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടിൽ അഭിമാനക്ഷതം ഏറ്റുകൊണ്ട് എന്തിനാ ജീവിക്കുന്നത്? ഇന്നിപ്പം ചെറിയൊരു തുക പോയെന്ന് പറഞ്ഞ് ബാലേട്ടൻ ധർമ്മേട്ടനെ കള്ളനാക്കി. നാളെ അതിലും വലിയ തുക കടയിൽ നിന്നും കാണാതായ അതും ധർമ്മേട്ടൻ്റെ തലയിൽ വെക്കും എന്ന് പറയാണ് കേട്ടോ. ധർമ്മൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഡ്രസ്സുകളെല്ലാം ബാഗിലേക്ക് എടുത്ത് വെച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ ധർമ്മൻ ബാഗുമായിട്ട് പുറത്തേക്ക് കാണുന്ന നമ്മുടെ ഗോമതി ഓടിച്ചില്ല. എടാ ധർമ്മ, നീ ഇത് രാത്രി എങ്ങോട്ടാ എന്ന് ചോദിക്കാം. വേണ്ട ചേച്ചി ഒന്നും പറയണ്ട. ഒരിക്കൽ അളിയൻ ചേച്ചിയുടെ കൈ പിടിച്ച് കൃഷ്ണമംഗലത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വന്നവനാ. അന്ന് എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള സ്ഥാനം അച്ഛൻ്റെ അമ്മയുടെയും തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് ആ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു. എന്നെ വിശ്വാസമില്ലാത്ത, എന്നെ ഒരു രീതിയിലും മനസ്സിലാക്കാത്ത നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇനി ഞാൻ എന്തിനാ നിൽക്കുന്നത് എന്ന് ചോദിക്കാം. മോനെ ധർമ്മ, അതിന് ചേച്ചിക്ക് നിന്നെ വിശ്വാസമാടാ. ചേച്ചി നിന്നെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഇപ്പം സമാധാനമായോ എന്ന് ദേവി ബാലനെ നോക്കിക്കൊണ്ട് ഗോമതി പറയാം. അപ്പം ബാലൻ പറയും, എൻ്റെ പൊന്നു ഗോമതി, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുന്നേ? നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി അവൻ വെറുതെ ചെയ്യുന്നതാ, അല്ലാതെ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് അവന് അങ്ങനെ പോകാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബാലനും കാര്യങ്ങൾ ഈ വിധത്തിൽ കൈവിട്ടു പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ലേ. അപ്പോൾ ദേവിയാണ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. താൻ കാരണം ഈ കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്ന് ദേവിക്കൊരു ചിന്ത വരികയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ബാലൻ ധർമ്മൻ്റെ കൈ കയറി പിടിക്കുക. എടാ ധർമ്മ, നീ ഇതെങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിക്കുക. ഞാനൊരു സംശയം വന്നപ്പോൾ ചോദിച്ചു എന്ന് കരുതി അതും നിന്നെ എനിക്ക് ഒരവിശ്വാസം ഇല്ല. എടുത്തിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതിയടാ എന്ന് പറയണ. വേണ്ട അളിയ, ഞാൻ ഇപ്പം പോലും അളിയൻ ഞാൻ എടുത്തെന്ന് ഉറപ്പിച്ചിരിക്കുക. ഞാൻ മാത്രമേ ആ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ അളിയ എന്ന് ചോദിക്കുക
ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. എനിക്ക് ഇപ്പം മനസ്സിലായി, ഞാൻ എങ്ങനെയാണോ നിങ്ങളെ എല്ലാവരെയും കണ്ടിരുന്നത് അതുപോലൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനമെന്ന്. ഞാൻ എന്നും നിങ്ങൾക്ക് രണ്ടാക്കും അന്യൻ തന്നെയായിരുന്നു. അല്ലെങ്കിലും ഞാൻ അന്യനല്ലേ എന്ന് ചോദിക്കാം. എന്താ എനിക്ക് ബന്ധമുള്ളത്? ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. ആ ബന്ധത്തിനപ്പുറം നമ്മൾ തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് ബാലനോട് ചോദിക്കാൻ കേട്ടോ. അതെല്ലാം കേൾക്കുമ്പം ബാലൻ്റെ മനസ്സിലും ശരിക്കും സങ്കടം വരിക. ധർമ്മനെ സ്വന്തം മകനായിട്ട് തന്നെയാണ് ബാലനും കണ്ടിട്ടുള്ളത്. സ്വന്തം മക്കൾക്ക് കരുതുന്ന പോലെ ഒരു പങ്ക് ധർമ്മന് വേണ്ടിയും കരുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ താൻ ഇന്ന് ധർമ്മനോട് പറഞ്ഞ രീതി ശരിക്കും തെറ്റിപ്പോയി. തനിക്ക് തെറ്റുപറ്റിയതാണോ എന്നൊരു ചിന്തയൊക്കെ ബാലൻ്റെ മനസ്സിലേക്കും കടന്നു വരികയാണ്. ഇനിയും ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അളിയ. ഞങ്ങളിനി ഓരോ നിമിഷവും ഇവിടെ നിൽക്കുമ്പം നമുക്കിടയിലെ ആ സ്നേഹബന്ധത്തിൻ്റെ ചെങ്ങലയുണ്ടല്ലോ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തിനാ ഇങ്ങനെ പരസ്പരം സ്നേഹമില്ലാതെ മറ്റുള്ളവർക്ക് ശ്വാസമുട്ടലായി ഞങ്ങളിവിടെ നിൽക്കുന്നത്? ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞ് ധർമ്മൻ അവിടുന്ന് പോവുക. പിന്നാലെ തന്നെ തൻ്റെ ബാഗും എടുത്ത് സുകന്യയും ഇറങ്ങാണ് കേട്ടോ. അത് കാണുമ്പം ഗോമതി ഓടിപ്പോയി സുകന്യയെ പിടിക്കുക. മോളെ സുകന്യെ, അവൻ പറയുന്നത് കേട്ട് മോളും പോവാണോ? വേണ്ട ചേച്ചി, ധർമ്മേട്ടന് നിങ്ങളുടെ മനസ്സിലൊക്കെയുള്ള സ്ഥാനം എന്താണെന്ന് ഇന്ന് ധർമ്മേട്ടന് മനസ്സിലായിട്ടുണ്ട്. ധർമ്മേട്ടന് സ്ഥാനമില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിൻ്റെ പേരിലാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് സുകന്യയും പോവാണേ. അപ്പം പെട്ടെന്ന് ആകാശും ആര്യനും ഒക്കെ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുക. മാമ എന്താ ഇത്? മാമൻ ക്ഷമിക്ക്, അച്ഛനൊരു തെറ്റു പറ്റിയതാ എന്ന് പറയും. വേണ്ടടാ, ഇന്ന് എല്ലാവരും ചുറ്റും ഉണ്ടായിട്ടും മാമനെ സംശയത്തോടെ അളിയൻ നോക്കിയപ്പം നിങ്ങൾക്കാണേലും ഒരു വാക്ക് പറയായിരുന്നല്ലോ, എനിക്ക് എല്ലാം ബോധ്യപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ധർമ്മനും നമ്മുടെ സുകന്യയും എന്നേക്കുമായി ദേവമംഗലത്തിന്റെ പടി ഇറങ്ങുക. അത് കാണുന്ന ഗോമതി കുഴഞ്ഞു വീണാണ്. അപ്പൊ ഗോമതി വീഴുന്ന കാണുമ്പോൾ മീനുവും ഇത്രയും എല്ലാം ഓടിപ്പോയി പിടിക്കുക. അമ്മേ, എന്താ അമ്മേ എന്ന് ചോദിച്ച് പയ്യെ വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിക്കുക. എൻ്റെ ധർമ്മൻ അവൻ എന്നെ വിട്ടിട്ട് പോവുമോ? ആ ചെറിയ പ്രായത്തിൽ ഞാൻ ബാലേട്ടൻ്റെ കൂടെ പോകുന്ന കണ്ടപ്പം എൻ്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ കൂടെ ഇറങ്ങി വന്നവനാ. സർവ്വ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് അവൻ ഇന്ന് എൻ്റെ കുഞ്ഞ് കണ്ണീരോടെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാലനും തല കുനിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും ബാലൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യങ്ങളൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോവാന്ന് ബാലനും ബോധ്യപ്പെടുകയാണ് കേട്ടോ. ഇതേ സമയം ദേവി ആണെങ്കിൽ തല കുനിച്ച് നിൽക്കുക. അപ്പോൾ ദേവിയുടെ അടുത്തേക്ക് ഗോമതി ചെല്ലും. നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കരുതിയത് ദേവി. ഈ കുടുംബത്തെ എന്നും ഒന്നായി കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് നീ എന്ന് കരുതി. പക്ഷെ നീ കാരണം തന്നെ ഇന്ന് എൻ്റെ കുടുംബം തകർന്നു പോയല്ലോ എന്ന് ദേവിയോട് ചോദിക്കുക. അമ്മേ, ഞാൻ എന്നും പറഞ്ഞാൽ ദേവി എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. സമയം പാതിരാത്രി കയറി വരുന്ന സുകന്യയും ധർമ്മനെയും കാണുന്ന കൃഷ്ണമംഗലത്തുള്ളവർ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ നിൽക്കുക. ഇന്ദിരാമ്മ ഓടിച്ചെല്ലും. എന്താണ് ധർമ്മ, എന്താ ഉണ്ടായത്? നീ എന്താ ഈ രാത്രി കയറി വന്നേ എന്ന് ചോദിക്കുക. അതെന്താ, ഇതെൻ്റെ വീടല്ലേ എന്ന് ഇന്ദിരാമ്മയോട് അപ്പം ധർമ്മം ചോദിക്കുക. ഇത് നിന്റെ വീട് തന്നെയാ. അച്യുതനും അനന്തനും കൂടി അടുത്ത് വന്ന് ചോദിക്കും. അല്ല, നീ ഈ പെട്ടിയെടുത്ത് രാത്രി വന്നത് എന്താണെന്നാ കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നത് എന്ന് അനന്ത് ചോദിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അച്ഛനും പറയും, ഏട്ടൻ ഇപ്പോഴും മനസ്സിലായില്ലേ, കൃഷ്ണമംഗലത്ത് നിന്ന് ഇവരിറങ്ങിപ്പോന്നു, അത്ര തന്നെ. അപ്പം രാജശ്രീ വന്നിട്ട് സുകന്യോട് ചോദിക്കും, എന്താ സുകന്യ ഉണ്ടായത് എന്ന് ചോദിക്കാം. എൻ്റെ ചേച്ചി അവിടെ ഇന്ന് കടയിൽ എന്തോ പൈസയ്ക്ക് കുറവ് വന്നെന്നോ, അത് ധർമ്മേട്ടൻ എടുത്തുന്ന ബാലേട്ടൻ പറയുന്നത്. ധർമ്മേട്ടനെ അവർക്ക് ഒരു സ്നേഹവും ഇല്ലെന്നേ, എല്ലാം വെറും അഭിനയമായിരുന്നു. ധർമ്മേട്ടൻ ഇത്രയും കാലം അവരുടെ സ്നേഹത്തിൻ്റെ വലയിൽ വെറുതെ കുടുങ്ങിക്കിടക്കുമായിരുന്നു. ഇപ്പം കടയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ബാലേട്ടൻ ആരെയാണ് സംശയിച്ചത്? ധർമ്മേട്ടൻ ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചു. അതുകൊണ്ട് കൃഷ്ണമംഗലത്തേക്ക് തിരിച്ചു പോന്നു, അതാ ഉണ്ടായത് എന്ന് പറയാം. അപ്പോൾ ഇന്ദ്രാമയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ബാലൻ നിന്നെ സംശയിച്ചോ എന്ന് ഇന്ദ്രാമ വന്ന് ധർമ്മനോട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ധർമ്മൻ ഒന്നും പറയാതെ അവൻ്റെ റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ നിന്ന് കരയുക. സുകന്യ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാണ്. തങ്ങളെ ഒറ്റപ്പെടുത്തിയ ദേവമംഗലത്തെ പറ്റി പറയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും അനുവും അവിടെ നിൽപ്പുണ്ടേ. അനുവിനാണ് ആകെ സങ്കടം വരിക. മാമനെ അച്ഛനും വേദനിപ്പിച്ചോ എന്നൊരു ചിന്ത അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. ഒരിക്കലുമില്ല, അച്ഛൻ അങ്ങനെ ഒരിക്കലും പ്രവർത്തിക്കില്ല. മാമൻ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ എന്ന് തന്നെ നമ്മുടെ അനുവിനും തോന്നുകയാണ് കേട്ടോ. അപ്പം അനു നമ്മുടെ മാമൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പം അനുവിനെ കാണുമ്പം ധർമ്മന് ഒന്നുകൂടെ ദേഷ്യം വരിക. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. മാമ, ഞാനിപ്പം സംസാരിക്കാൻ വന്നത് അച്ഛനെ പറ്റിയാ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ്. ഒന്നും ഉണ്ടായില്ല. ആ വീട്ടിൽ എനിക്കൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പം ഞാനായിട്ട് തന്നെ ഇറങ്ങി. അവരവിടുന്ന് അടിച്ചിറക്കുന്നതിന് മുന്നേ എന്ന് പറയാം. എന്താ മാമ പറയുന്നേ? അത് മാമൻ്റെ വീടല്ലേ, അവിടുന്ന് മാമനെ ആരടിച്ചിറക്കാനാ എന്ന് ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എൻ്റെ ചേച്ചിക്ക് വളയനും ഞാൻ ആരുമായിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പം ധർമ്മൻ്റെ കരച്ചിൽ കാണുമ്പം എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അനുശ്രീ ആകെ സങ്കടത്തോടെ തൊട്ടടുത്ത് നിൽക്കും കേട്ടോ. എന്നിട്ട് മാമനെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാം കൂടി ധർമ്മൻ ആകെ ഒറ്റപ്പെടലും
വേദനയും ഒക്കെ തോന്നുവാണേ. പെട്ടെന്ന് അനുവിനോട് പറയും, കുറച്ച് സമയം എനിക്കൊന്ന് തനിച്ചിരിക്കണം, എന്നെ ഒന്ന് തനിയെ വിടാവോ എന്ന് ചോദിക്കാം. അപ്പം അനു ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. ധർമ്മ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക. ഇതേസമയം ദേവമംഗലത്തും എല്ലാവരുടെയും സ്വസ്ഥത പോയി, സമാധാനം നഷ്ടപ്പെട്ട് അവരുടെ ധർമ്മനില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ, വേദനയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.